എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രീമിംഗ് സർവീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, സോണി ലൈവ് അതുപോലത്തെ സ്ട്രീമിംഗ് സർവീസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ആദ്യം പറയാൻ പോകുന്നത് ടെലഗ്രാമിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ടെലഗ്രാമിനെ കുറിച്ച് നമുക്ക് അവസാനം പറയാം. ആദ്യം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത് നെറ്റ്ഫ്ലിക്സിനാണ്. ഏകദേശം 195 മില്യൺ സബ്സ്ക്രൈബറാണ് നെറ്റ്ഫ്ലിക്സിനുള്ളത്. ഇത് അത്യാവശ്യം നല്ല എല്ലാ ലോകത്ത് മൊത്തവും പടർന്ന് കിടക്കുക. കാരണം 190 രാജ്യങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസൊക്കെ ഉള്ളതും ഈ നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ്. സെക്സ് എഡ്യൂക്കേഷൻ, സ്ട്രേഞ്ചർ തിങ്സ്, ഡാർക്ക്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീരീസുകളാണ്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഇൻ്റർനാഷണൽ കോണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മൻ സീരീസായ ഡാർക്കും, സ്പെയിനിലെ സീരീസായ മണി ഹേസ്റ്റ്, അതുപോലെ തന്നെ നല്ല നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സിനിമയൊക്കെ ഇറക്കുന്നുണ്ട്, മൂവീസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡെവിൽ ഓൾ ദ ടൈമാണ്. മറ്റേ ടോം ഹോളണ്ടിൻ്റെയും റോബർട്ട് പാറ്റേൺസിൻ്റെയും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ നല്ല സിനിമയായിരുന്നു. ക്രിസ് ഹെംസ്വർത്തിൻ്റെ ഒറിജിനൽ സിനിമകൾ ചിലതൊക്കെ ഓസ്കാർ നോമിനേഷനും പോകാറുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ കോണ്ടൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് ശകലം പ്രശ്നം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കോണ്ടൻറ്റ് നല്ലതാണെങ്കിലും പക്ഷേ ഇന്ത്യൻ കോണ്ടൻറ്റ് അധികം നല്ലതൊന്നുമല്ല നെറ്റ്ഫ്ലിക്സിലുള്ളത്. പിന്നെ ഇപ്പോൾ ക്വാളിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 4K HDR വരെ നമുക്ക് ക്വാളിറ്റി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഏറ്റവും ബേസായിട്ട് ഒരു മാസത്തേക്ക് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് 200 രൂപയുടെ പാക്കേജാണ്. അതിൽ നിങ്ങൾക്ക് 480p റെസൊല്യൂഷനിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ളതെന്ന് പറയുന്നത് 800 രൂപയുടെ പാക്കേജാണ്. അത് ഒരു മാസത്തേക്ക് 800 രൂപ. അതിൽ നിങ്ങൾക്ക് 4 ഡിവൈസാണ് ചെയ്യാൻ പറ്റുന്നത്. 4 ഡിവൈസിൽ നിങ്ങൾക്ക് 4K HDR വരെ സ്ട്രീം ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈം വീഡിയോയിലോട്ട് പോകും. പ്രൈം വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ലാഭമായിട്ടുള്ളത്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലാഭമായിട്ടുള്ളത് ആമസോണിൻ്റെ പ്രൈം വീഡിയോ ആണ്. കാരണം നമുക്ക് ഏകദേശം ഒരു വർഷത്തേക്ക് 1000 രൂപയാണ്. ഇപ്പോൾ 24 വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിൽ ആദ്യത്തെ വർഷം 500 രൂപ കിട്ടുകയും ചെയ്യും. ഇപ്പം US ഏകദേശം $119, ഏകദേശം അല്ല $119 അവിടെ ഉള്ളത് ഒരു വർഷത്തേക്ക്. അപ്പോൾ നമുക്ക് 9-1 മാത്രം ഇന്ത്യയിൽ അടച്ചാൽ മതി. അതുമാത്രമല്ല ഗുണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പ്രൈം മെമ്പർഷിപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി ആയിരിക്കും. ആമസോണിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. ഇപ്പോൾ ഫ്രീ ഡെലിവറി ആയിരിക്കും. എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതിനും ഓഫർ കിട്ടും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ആമസോൺ മ്യൂസിക് കിട്ടും. അതെനിക്ക് എടുത്തു പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ടിഫൈയുടെ പരസ്യം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി മാത്രം മിക്കവാറും ഞാൻ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കും. പിന്നെ അവസാനം നമ്മുടെ പ്രൈം വീഡിയോയിൽ നമുക്ക് ഇൻ്റർനാഷണൽ കോണ്ടൻറ്റുകളും ശരിക്കും ഉണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇച്ചിരി കുറവാണ്. ഇന്ത്യൻ കോണ്ടൻറ്റ് വെച്ച് നോക്കാൻ നേരത്ത് ഇന്ത്യൻ കോണ്ടൻറ്റുകളും നെറ്റ്ഫ്ലിക്സിനേക്കാളും ശരിക്കും കൂടുതലുണ്ട്. ഏകദേശം തമിഴും മലയാളത്തിലും ഇറങ്ങുന്ന മിക്ക സിനിമകളും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് പ്രൈമിലാണെന്നാണ്. ഇതിലോട്ട് പോയാൽ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോയുടെ നമുക്ക് 4K HDR കണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്. അവസാനമായിട്ട് 4K HDR കണ്ടൻറ്റ് ഈ ഇടയ്ക്കായിട്ട് ആഡ് ചെയ്തത് ഹോട്ട്സ്റ്റാറിനാണ്. ഹോട്ട്സ്റ്റാറിൽ നമുക്കിപ്പോൾ 4K HDR കണ്ടൻറ്റുകൾ കിട്ടുന്നുണ്ട്. 21th സെഞ്ച്വറി ഫോക്സിനെ മൊത്തമായിട്ട് ഡിസ്നി വാങ്ങിച്ച കാരണം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നാണ് ഇപ്പോൾ പേര്. ഇതിൽ നമുക്ക് 2 തരത്തിലാണ് ഡിസ്നി നമുക്ക് പാക്കേജുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് 399 പ്ലാനും. അതിൽ നമുക്ക് ഇന്ത്യൻ കോണ്ടൻറ്റുകൾ, പല ഭാഷയിലുള്ള ഇന്ത്യൻ കോണ്ടൻറ്റുകൾ അവൈലബിൾ. പിന്നെ അവസാനമായിട്ടുള്ളത് 1499 പ്രീമിയം മെമ്പർഷിപ്പ് എന്ന രീതിയിൽ അങ്ങനത്തെ അതിനപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ കോണ്ടൻറ്റുകൾ, ഇപ്പോൾ ഇംഗ്ലീഷ് കോണ്ടൻറ്റുകളൊക്കെ അതിൻ്റെ 1499 പാക്കേജിലാണ് അവൈലബിൾ. ഇപ്പോൾ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നോക്കാൻ നേരത്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇപ്പോൾ ഡിസ്നി കൂടെ ചേർന്നത് കാരണം നിങ്ങൾക്ക് MCUവിൻ്റെ എല്ലാ സിനിമകളും, ഏകദേശം സ്പൈഡർമാൻ്റെ 2 സിനിമകൾ ഒഴിച്ച് എല്ലാ സിനിമകളും, എക്സ്മെൻ്റെ എല്ലാ സിനിമകളും, പിന്നെ ഗെയിം ഓഫ് ത്രോൺസ് ഇപ്പോഴുണ്ട്. പക്ഷേ അത് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം HBO മാക്സ് അടുത്ത വർഷം ചിലപ്പോൾ റിലീസാവും. ജനുവരിയൊക്കെ ആകുന്നേരത്ത് HBO മാക്സ് റിലീസാവും. അപ്പം മിക്കവാറും ഗെയിം ഓഫ് ത്രോൺസ് ഇതിൽ നിന്ന് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണെന്ന് പറയുന്നത് ഇപ്പോൾ MCU പുതിയതായിട്ട് അവരുടെ സീരീസുകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. വാണ്ട വിഷൻ, പിന്നെ ലോക്കി, പിന്നെ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജർ, പിന്നെ സ്റ്റാർ വാർസിൻ്റെ കുറേ സിനിമകൾ ഇതിൻ്റെ അകത്ത് കാണും. സ്റ്റാർ വാർസിൻ്റെ സീരീസ് ഇപ്പോൾ മാൻഡലോറിയൻ, അത് ഞാനിപ്പോൾ കണ്ടിരിക്കുകയാണ്, അടിപൊളിയാണ്. അങ്ങനത്തെ നല്ല സീരീസുകളൊക്കെ അതിൻ്റെ അകത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തുടങ്ങിയാണെങ്കിൽ ജനുവരി തൊട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്ന സീരീസിൻ്റെ ഒരു ചെറിയ പ്രശ്നം ആയിട്ട് എനിക്ക് മാൻഡലോറിയൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം ഒരാഴ്ച ഒരു എപ്പിസോഡേ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ മാൻഡലോറിയൻ്റെ കാര്യത്തിൽ അതൊരു അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ വെച്ചതിന് വലിയ പ്രശ്നമില്ല. സോണി ലൈവാണ്. സോണി ലൈവിൽ നിങ്ങൾക്ക് 1080p റെസൊല്യൂഷനുള്ള കോണ്ടൻറ്റുകളെ കിട്ടത്തുള്ളെങ്കിലും പിന്നെ നമുക്ക് ഒരു വർഷം 999 രൂപയാണ് ഇതിൻ്റെ പാക്കേജ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് കുറച്ച് ഇംഗ്ലീഷ് കോണ്ടൻറ്റുകളും കുറച്ച് ഹിന്ദി കോണ്ടൻറ്റുകളും ഉള്ളു. പക്ഷേ ഉള്ളതെല്ലാം നല്ലതാണ്.
അതാണ് സോണി ലൈവിൻ്റെ ഒരു ഗുണം. പിന്നെ നിങ്ങളിപ്പോൾ സ്പോർട്സ് പരിപാടിയൊക്കെ കൂടുതൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നണം സോണി ലൈവ് അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം ഇന്ത്യ ടൂർ ഓഫ് ഓസ്ട്രേലിയ അതുപോലത്തെ എല്ലാം കാണാൻ പറ്റുന്നത് സോണി ലൈവിലാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ക്രിക്കറ്റ് മൊത്തം നമുക്ക് ബിഗ് ബാഷ് അതുപോലെ എല്ലാം സോണി ലൈവിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ സിംബാബ്വെ, പാകിസ്ഥാൻ ഇതുപോലത്തെ ശ്രീലങ്ക അതുപോലത്തെ കുറേ രാജ്യങ്ങളിലുള്ള ക്രിക്കറ്റ് കളികളൊക്കെ കൂടുതൽ കാണാൻ പറ്റും. പിന്നെ കുറേ സ്പോർട്സ് കാറ്റഗറി ആയിട്ടുള്ള ഇപ്പോൾ 10 സ്പോർട്സിനെ മൊത്തമായിട്ട് സോണി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 10 സ്പോർട്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലൈവ് കോണ്ടൻറ്റുകളും നമുക്ക് സോണി ലൈവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള സീരീസ് എന്ന് പറയുന്നത് സ്കാം 1992 ആണ്. ഹർഷത് മേത്രയുടെ സെറ്റപ്പ് സാധനമാണ്. എന്ന് വെച്ചാൽ 10 എപ്പിസോഡേ ഉള്ളൊരു സീസൺ. അതുകൊണ്ട് നല്ല രസത്തിൽ തന്നെ നല്ല കോണ്ടൻറ്റാണ്. ഇതുപോലത്തെ കുറച്ചുകൂടെ കോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മിക്കവാറും സോണി ലൈവ് സെറ്റപ്പ് ആവും ഇന്ത്യയിൽ. ഇപ്പോൾ ഏകദേശം 20 മില്യൺ യൂസേഴ്സാണ്, പെയ്ഡ് സബ്സ്ക്രൈബേഴ്സാണ് സോണി ലൈവിന് ഇപ്പോൾ ഉള്ളത്. പിന്നെ സോണിയുടെ കുറച്ച് ഇതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, സ്പൈഡർമാൻ്റെ സിനിമകൾ, ഇപ്പോൾ ടോം ഹോളണ്ടിൻ്റെ പുതിയ 2 സിനിമകളും പിന്നെ നേരത്തെ സ്പൈഡർമാൻ്റെ സിനിമകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മെൻ ഇൻ ബ്ലാക്ക് ഒക്കെ മിക്കവാറും ഈ സോണി ലൈവിലായിരിക്കും കാണുന്നത്. HBO മാക്സ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലെങ്കിലും അടുത്ത് തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആകും. കാരണം കഴിഞ്ഞ ദിവസമാണ് അവരുടെ TV പ്രോഗ്രാമുകളെല്ലാം അവർ ക്യാൻസൽ ചെയ്ത് നിർത്തലാക്കിയത്. അപ്പോൾ അതിന് പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടികളെല്ലാം എല്ലാ പഴയ സിനിമകളും പുതിയ സിനിമകളും എല്ലാം ഇനി തൊട്ട് നമുക്ക് HBO മാക്സിലായിരിക്കും ഇനി തൊട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ പേ ചെയ്തുകൊണ്ട് പരിപാടി കണ്ടേച്ചാൽ മതി. അവർ വേറൊരു പ്രധാന ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് ഇറങ്ങാൻ പോകുന്ന എല്ലാ സിനിമകളും അന്ന് തന്നെ അവരുടെ HBO മാക്സിൽ റിലീസ് ചെയ്യും, തിയേറ്ററിൽ ഇറങ്ങണം അന്നേ ദിവസം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങാൻ പോകുന്ന സിനിമകളേതാണെന്ന് അറിയാം. തുടക്കിടാൻ പോകുന്നത് വണ്ടർ വുമൺ 1984 തൊട്ടാണ്. പിന്നെ ജസ്റ്റിസ് ലീഗിൻ്റെ ഡയറക്ടേഴ്സ് കട്ട് അതിറങ്ങുന്നുണ്ട്. പിന്നെ കിങ് കോങ്, ഗോഡ്സില വേഴ്സസ് കോങ്, പിന്നെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമകളാണ്. പിന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഹൗസ് ഓഫ് ഡ്രാഗൺ, അതുപോലത്തെ ടോം ആൻഡ് ജെറി അതുപോലത്തെ സിനിമകളൊക്കെ ഇനി തൊട്ട് എന്ന് തിയേറ്ററിൽ ഇറങ്ങുന്നു അന്ന് തന്നെ അവരുടെ സ്ട്രീമിംഗ് സർവീസായ HBO മാക്സിലും റിലീസ് ചെയ്യും. ആപ്പിൾ TV പ്ലസിലോട്ട് പോയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ TV പ്ലസ് ഒരു മാസം 99 രൂപയാണ് കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് അധികം ആരും കാണാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപ്പിൾ ഡിവൈസ് വേണം ഈ പരിപാടികളൊക്കെ കാണണമെന്നെങ്കിൽ. ഒന്നെങ്കിൽ ഐപാഡ്, ഐഫോണോ, എന്തെങ്കിലും മാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും ഈ ആപ്പ് കിട്ടണമെങ്കിൽ. നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിലൊന്നും സപ്പോർട്ടല്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 99 രൂപ മാസം വെച്ച് അടയ്ക്കുകയും വേണം. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോണ്ടൻറ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ എത്ര നല്ലതെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അവർക്ക് ഒരു സീരീസ് സിനിമകൾ അങ്ങനെയൊന്നുമില്ല. ആപ്പിൾ ഒറിജിനൽ കണ്ടൻറ്റ് വളരെ കുറവാണ്. കാരണം അവർ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ അവരുടെ ഒറിജിനൽ സീരീസൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇച്ചിരി അങ്ങനെ എടുത്ത് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ജെയ്സൺ മൊമോയുടെ സീരീസാണ്. അതുകൊണ്ട് ഒരു സീസൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, 10 എപ്പിസോഡുള്ള. ഇനിയിപ്പോൾ ടെലഗ്രാമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ട്രീമിംഗ് സർവീസിലോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ട്രീമിംഗ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സീരീസ് കണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിനേലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സീരീസ് നമുക്ക് ഫ്രണ്ടിലെടുത്ത് വെച്ച് തരും. അപ്പോൾ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ C5 എന്ന് പറയുന്ന സ്ട്രീമിംഗ് സർവീസ് ഉണ്ട്. അവർക്ക് ചവർ പോലെ കുറേ കണ്ടൻറ്റ് ഉണ്ട്, പക്ഷേ ഒന്നും അത്ര നല്ലതല്ല. പിന്നെ MX പ്ലെയർ നമുക്ക് ഫ്രീ ആണ്, പക്ഷേ നിറച്ച് പരസ്യങ്ങൾ വെച്ചിട്ടാണ് അവർ ഇത് വർക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നല്ലതുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം MX പ്ലെയറിലൊക്കെ പോയി പരിപാടി കാണുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.